ഹായ് വ്യൂസ്, രാജീവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് സ്വീറ്റ് 40 ഓർ സ്വീറ്റ് 40+. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റി ചുളുക്കും അല്ലേ? എന്താ ഈ 40+, അതും സ്വീറ്റ് 40+? സാധാരണ നമ്മൾ സ്വീറ്റ് 17, സ്വീറ്റ് 70 എന്നെല്ലാം പറയാറുണ്ട്. ബട്ട് ലേഡീസിനെ സംബന്ധിച്ചോളം 40+ ഈസ് എ സ്വീറ്റ് ടൈം. ഒരു വളരെ നല്ല ഒരു ടൈമാണ്. ബിക്കോസ് ഈ 90s കിഡ്സിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്താണെങ്കിൽ ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു വിടും. എത്ര മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും ശരി. അപ്പോൾ ഒരു 40+ എന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷം, വിവാഹം കഴിഞ്ഞ് 10-20 വർഷം കഴിയും. ആ സമയത്ത് നമ്മുടെ കണ്ടകശനിയും ഏഴര ശനിയും വ്യാഴാപഹാരവും എല്ലാം തീരും. ഇതെല്ലാം നമ്മുടെ ഗ്രഹങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ കണ്ടകശനി ഏഴര ശനി ദോഷം എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മായിയമ്മ പോര്, നാത്തവും പോര്, ഇതെല്ലാത്തിനേക്കാട്ടിലൊരു ടോക്സിക് ഉണ്ട്. അതറിയാമോ? അതെ, നമ്മുടെ അയലോക്കക്കാർ. നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് വളരെ നല്ല പഞ്ചാര പൊതിഞ്ഞ വർത്തമാനമായിരിക്കും. പക്ഷേ നമ്മളങ്ങോട്ടൊന്ന് മാറിയ നമ്മുടെ അമ്മായിയമ്മയോടും നമ്മുടെ നാത്തൂന്മാരോടും അവരൊരു പാവമാണ്, അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പാവപ്പെട്ട അയലോക്കക്കാരുണ്ടല്ലോ, ഒരു വർത്തമാനം പറയും. കുഴപ്പമൊന്നുമില്ല, പാവമില്ല കുട്ടി, നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുമില്ലാത്ത ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കോറിയിട്ടിട്ട് പോകും. നെക്സ്റ്റ് ഡേ പണിയൊക്കെ കഴിഞ്ഞോ, ഇന്ന് വരുമ്പോൾ എത്ര മണിക്ക് എണീറ്റു, അപ്പം തൊട്ട് തുടങ്ങും ഇവർ നമ്മളോടൊരു വാച്ചിങ്. സോ ഇതെല്ലാമാണ് ഈ 40+ എന്നുള്ളവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പറയും, ജീവിതത്തിലെ കണ്ടകശനിയും ഏഴര ശനിയും. പാവം നവഗ്രഹങ്ങളൊക്കെ പാവമാണ് കേട്ടോ, അവരുടെയൊക്കെ ദോഷമൊന്നും നമുക്ക് വലിയ കാര്യത്തിലൊന്നും ബാധിക്കില്ല. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ 40+ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ ദോഷങ്ങളൊക്കെ കഴിഞ്ഞുണ്ടാവും. മക്കളുടെ കരച്ചിലും ഈ ഡൈപ്പർ ചേഞ്ച് ചെയ്യലും ഭക്ഷണം കൊടുക്കലും സ്കൂളിലേക്കുള്ള ഓട്ടവും ചോറും പാത്രം എവിടെ, വെള്ളക്കുപ്പി എവിടെ, ഇതെല്ലാത്തിൻ്റെ ഒരു ശമനം വന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോഴാണ് നമ്മൾ ജീവിതം ഒന്ന് ആസ്വദിക്കുക എന്ന് വിചാരിക്കുക. പക്ഷേ അപ്പോഴും ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തായി, ഈ പ്രായത്തിലാണോ, 40 കഴിഞ്ഞില്ലേ, ഇനി എന്താ എന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പക്ഷേ മിക്കവാറും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. 40 കഴിഞ്ഞാൽ ഇനി എന്താ എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, 40-ന് ശേഷമാണ് പഠനങ്ങൾ വരെ പറയുന്നത് ലേഡീസിൻ്റെ ഹോർമോൺസിൽ പല മാറ്റങ്ങൾ വരും. നിങ്ങൾ അർത്ഥം മാറി വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണ ഒരു ടൈമാണ് 40+. അത് എൻജോയബിൾ ആക്കാൻ നമ്മുടെ വീട്ടുകാരും കൂടി സഹകരിച്ച നമ്മുടെ 40+ ഹാപ്പിലി നമ്മുടെ ഒരു ഹണിമൂൺ മൂഡ് പോലെ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്കോ മനാലിക്കോ കുല്ലൂലിക്കോ ഒന്നും ടിക്കറ്റ് എടുത്തിട്ട് പോകണ്ട, നമ്മുടെ വീട്ടിൽ മതി. നമ്മുടെ ഭർത്താക്കന്മാർ ജസ്റ്റ് രാവിലെ എണീച്ച ആ പേപ്പറും ചായയും കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പേപ്പറും ചായയും എടുത്ത് ഒന്ന് അടുക്കളയ്ക്ക് പോയാൽ മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അടുക്കളയ്ക്ക് പോകുന്നത് മുല്ലപ്പെരിയാർ സന്ദർശിക്കാൻ വരുന്ന കേന്ദ്ര കമ്മിറ്റി പോലെയോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ DO സ്കൂൾ സന്ദർശിക്കാൻ പോകുന്ന പോലെ ആകരുത്. ഇതെന്താ ഇവിടെ അങ്ങനെ, അതെന്താ അവിടെ അങ്ങനെ, അതെന്താ വൃത്തിയാക്കിയിട്ടില്ല, അങ്ങനത്തെ ചോദ്യം കൊണ്ട് ദയവ് ചെയ്ത് പോകരുത്. അങ്ങനെ വല്ല മനസ്സിൽ വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിവിങ് റൂമിലെ സോഫയിൽ ഇരിക്കുന്നതാണ് ബെറ്റർ. അതല്ലാതെ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പേപ്പറും ചായയൊക്കെ എടുത്ത് ഒന്ന് പോയാൽ അവിടെ നിങ്ങളുടെ ഭാര്യ ഓട്ടപ്പാച്ചിലായിരിക്കും. രാവിലെ മക്കൾക്ക് ചോറ് ഇതാക്കണം, ഹസ്ബൻഡിന് പോകണം,
വർക്കിംഗ് വുമൻ ആണെങ്കിൽ പറയുകയും വേണ്ട. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് വേണം പോകാൻ. അപ്പം ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ, എടോ തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോടോ, ഒന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. വർക്കിംഗ് വുമൻസ് ആണെങ്കിലും അല്ല വീട്ടമ്മയാണെങ്കിലും അവർ തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ച് കറിക്കെല്ലാം അരച്ച് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ആ ഒരു ചോദ്യം, നമ്മുടെ സുരേഷ് ഗോപി സാർ പറയണ പോലെ ഒരു ചോദ്യം മതി. അതുപോലെ ആ ഒരു ചോദ്യം മതി നിങ്ങളുടെ വൈഫ് ഹാപ്പി ആവാൻ. തിരിച്ചതുപോലെ തന്നെ ഹസ്ബൻഡ് വരുമ്പോഴും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളും തിരിച്ചതേപോലെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓഫീസിൽ നന്നായിരുന്നു, എങ്ങനെയായിരുന്നു, ജസ്റ്റ് ഒരു ചോദ്യം. ആ രണ്ടു പേരുടെയും ഈക്വലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിലി കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഈ 20 ഇയേഴ്സ് നമ്മൾ അനുഭവിച്ച ദോഷ കാലഘട്ടമൊക്കെ നമുക്ക് ഈസിലി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനിയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സാണ് വേറെ സംഭവങ്ങൾ. 40+ലെ അമ്മായിയമ്മ പോര്, അതാണ് നമ്മുടെ മക്കൾ. അതിനെക്കുറിച്ചുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഇവിടെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വയ്ക്കോളൂ. താങ്ക് യു.